ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയനായ ജെറിൻ ഗീവർഗീസ് അച്ഛൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ പുണ്യദേവാലയത്തിൽ നടത്തുന്ന ധ്യാനയോഗങ്ങൾക്ക് ഈ പള്ളിക്കുള്ളിൽ ഉള്ളവർ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർ ശ്രോതാക്കളായിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. വെള്ളിയാഴ്ച അവർക്ക് ലഭിക്കുന്ന ധ്യാന ചിന്തകൾ അവരുടെ ജീവിതത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും അതുവഴി വലിയ ദൈവാനുഭവങ്ങളിലേക്ക്, മാറ്റങ്ങളിലേക്ക്, വചനധ്യാനങ്ങളിലേക്കൊക്കെ അവരെ നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയ സാധ്യതയാണ്, അനുഗ്രഹമാണ്, അവസരമാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഈ ദേവാലയത്തിൽ, പുണ്യഭൂമിയിൽ വന്ന് ദൈവവചനം ധ്യാനിക്കുന്നതിന്, നിങ്ങളോടൊപ്പം അത് ധ്യാനിക്കുന്നതിനിടയാകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ ശ്ലീഹാ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ധ്യാന ചിന്തയായി നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാം വാക്യം. യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞ ശേഷം അതിന് ഒരു സമ്മറി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന നിലയിൽ മനോഹരമായ ഒരു വാക്യം. ലൂക്കോസ് 17:10. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സ് 10. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവേൻ. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുവേൻ. യേശുക്രിസ്തു ഈ ഉപമ പറഞ്ഞത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിലാണ്. ഒരു യജമാനൻ, ആ യജമാനൻ്റെ ദാസൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് കഴിഞ്ഞ ശേഷം ഈ ദാസൻ പറയുന്നതായുള്ള ഒരു വാചകമാണ് ഇത്: ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, വി ആർ അൺവർത്തി, അല്ലെങ്കിൽ വേർത്ത്ലെസ് സ്ലേവ്സ്, അല്ലെങ്കിൽ സെർവൻസ്. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ശുശ്രൂഷിക്കുന്നു. ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് ശ്ലീഹന്മാരുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 4 സന്ദേശങ്ങൾ, ആ 4 സന്ദേശങ്ങൾ 4 വാക്കുകളായിട്ട് പറഞ്ഞു തരാം. ആ 4 വാക്കുകളും നമ്മൾ ഓരോ പ്രാർത്ഥനകളായിട്ട് രൂപപ്പെടുത്തും. ഈ പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ധ്യാനിക്കാം. ആ പ്രാർത്ഥനകൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ചൊല്ലുകയും ചെയ്യുന്നത് ഏറ്റവും ഉചിതമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, അവരെല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഇത് ചൊല്ലുമ്പോൾ അതൊരു വലിയ പ്രാർത്ഥനയായി, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയായി, രൂപാന്തരത്തിൻ്റെ പ്രാർത്ഥനകളായിട്ട് അത് പരിണമിക്കും. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. വി ആർ അൺവർത്തി സ്ലേവ്സ്, വി ഹാവ് ഡൺ ഓൺലി വാട്ട് വി ഹാവ് ഓട്ട് ടു ഡു. ഞങ്ങൾ ചെയ്യേണ്ടുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും ചെയ്യുന്നൊരു കാര്യം, തങ്ങൾ ചെയ്തതെല്ലാം അക്കമിട്ട് പറയും. ഇപ്പോൾ കേരളത്തിൽ മുൻപൊരു ഭരണസമിതി ഉണ്ടായിരുന്നു, ഭരണകൂടം, പുതിയൊരു ഭരണകൂടം വന്നു. അപ്പോൾ പഴയവർ പറയും ഞങ്ങൾ ചെയ്തത് ഇതൊക്കെയാണ്, പുതിയവർ പറയും ഞങ്ങൾ ചെയ്തത് ഇതൊക്കെയാണ്. എല്ലാ ഉദ്യോഗസ്ഥ തലങ്ങളിലും റിട്ടയർ ആകുന്നവർ പറയും ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും വർഷം കഴിയുമ്പോൾ അടുത്തവരും പറയും ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പള്ളിയിൽ നിന്നും ഞങ്ങൾ അച്ഛന്മാർ പുതിയ ഇടത്തോട്ട് മാറുമ്പോൾ, ട്രാൻസ്ഫർ ആകുമ്പോൾ ഞങ്ങൾ പറയും ഈ പള്ളിയിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഭരണസമിതി പറയും ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ പറയും, മക്കളോട് പറയും ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുമ്പോഴും കർത്താവേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളിതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അവകാശവാദം, ഇങ്ങനെ കണക്കെടുപ്പ്, തങ്ങൾ ചെയ്തതിനെക്കുറിച്ച് കൃത്യമായി ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ
പറയുന്നവരാണ് നാം എല്ലാവരും. ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കണക്കെടുപ്പുകൾ. അപ്പോൾ ആ കണക്കെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, കൽപ്പിച്ചതേ അല്ലെങ്കിൽ ചെയ്യേണ്ടുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഞങ്ങളോട് കൽപ്പിച്ചത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് നൽകുന്ന 4 സന്ദേശങ്ങൾ 4 വാക്കുകളിൽ കൂടെ പറഞ്ഞു തരുന്നതിന് ആഗ്രഹിക്കുന്നു. ഒന്നാമത്, വി ആർ അൺവർത്തി സെർവൻസ്, സ്ലേവ്സ്. ഞങ്ങൾ പ്രയോജനമില്ലാത്ത, ഗുണമില്ലാത്ത, യാതൊരു ഗുണകരമായ കാര്യങ്ങളും ചെയ്തിട്ടില്ലാത്ത ദാസന്മാർ. യജമാനന് ചെയ്യേണ്ടുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അവരത്രത്തോളം സൗമ്യതയോടെ പറയുകയാണ്, ഞങ്ങൾ ദാസന്മാരാണ്, ഞങ്ങൾക്കൊരു കണക്കും എടുക്കാനില്ല. സൗമ്യത, ഹ്യൂമിലിറ്റി, ഒരു ഹംബിൾ മൈൻഡ് സെറ്റ്, അത് വളരെ സുപ്രധാനമാണ്. വിനയാന്വിതരായിട്ട് പറയുകയാണ്, ഞങ്ങൾ ദാസന്മാരാണ്. അതും പ്രയോജനമില്ലാത്ത ദാസന്മാരാ, അല്ലാതെ ഇതെല്ലാം ചെയ്തിട്ടുള്ള ദാസന്മാരെന്നല്ല. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ പ്രയോജനമില്ലാത്തവരാ, ഞങ്ങൾ അങ്ങനെ മേനി നടിക്കുവാനൊന്നും ഇല്ല. വിനയം, താഴ്മ, സൗമ്യത. ഒന്നാമത്തെ വാക്ക് സൗമ്യത. വിശുദ്ധ കന്യകമർത്തമറിയം അമ്മയുടെ അരികിലേക്ക് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് ദൈവിക സന്ദേശം നൽകി. ദൈവിക സന്ദേശം നൽകി കഴിഞ്ഞപ്പോൾ അമ്മ മറിയത്തിൽ നിന്നും വരുന്ന സന്ദേശം എന്താണ്? അമ്മ മറിയം നമ്മളോട് പറയുന്ന, കാലങ്ങളോട് പറയുന്ന സന്ദേശം എന്താണ്? അമ്മ മറിയം പറയുന്നത് എന്താ? ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ. കർത്താവിൻ്റെ ദാസി. എത്രത്തോളം വിനയാന്വിതമായിട്ടാണ് കന്യകമറിയാം അത് പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ ദാസി. അപ്പോൾ ദൈവത്തിൻ്റെ ദാസി എന്ന് സ്വയമേവ വിശേഷിപ്പിക്കുന്ന കന്യകമറിയാമിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. യോഹന്നാൻ ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രവാചകനായി നിലകൊള്ളുകയാണ്, കർത്താവിൻ്റെ മുന്നോടിയായിട്ട്. അപ്പോൾ യോഹന്നാൻ സ്വയമേവ പറയുന്നത് എന്താ? ഞാനോ കുറയണം, അവനോ വളരണം. ഐ മസ്റ്റ് ഡിക്രീസ്, ഞാനിങ്ങനെ കുറഞ്ഞു പോകണം. എൻ്റെ പേര്, എൻ്റെ പ്രമാണിത്വം, എൻ്റെ ലേബൽസ് അതൊക്കെ അപ്രധാനമാണ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, അവൻ വളരട്ടെ, അവൻ്റെ നാമം ശ്രേഷ്ഠമായിട്ട് ലോകത്തിൽ നിലകൊള്ളട്ടെ, അവനെക്കുറിച്ച് എല്ലാവരും അറിയട്ടെ. ക്രൈസ്റ്റ് മസ്റ്റ് ഇൻക്രീസ് ഗ്രേറ്റർ. അവനെക്കുറിച്ചുള്ള മഹത്വം ഇങ്ങനെ ലോകത്തിൽ ഇങ്ങനെ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കട്ടെ. നമുക്കൊരിക്കലും മേനി നടിക്കാൻ കഴിയുകയില്ല. അപ്പോൾ കന്യകമറിയാമും യോഹന്നാൻ സ്നാപകനും ഈ വിശുദ്ധ മദ്ബഹായിൽ ത്രോണോസിന് മുൻപിലുള്ള ഐക്കണുകളിൽ 2 പേരും കർത്താവിൻ്റെ 2 വശങ്ങളിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിന്നെ പ്രസവിച്ച മാതാവും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും, അവർ 2 പേരും എത്ര വിനയാന്വിതമായിട്ടാണ് നിൽക്കുന്നത്. പഴയ നിയമത്തിൽ നാം പരിചയപ്പെടുന്ന അതിശ്രേഷ്ഠനായ പ്രവാചകൻ മോശ, സംഖ്യാപുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ മോശയെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ ഭൂതലത്തിലുള്ള മനുഷ്യരിൽ ഏറ്റവും സൗമ്യനായിരുന്നു, അതിസൗമ്യനായിരുന്നു. ആര്? മോശ. മോശയ്ക്ക് എതിരെ സഹോദരി മിരിയാമും സഹോദരൻ അഹറോനും പിറുപിറുക്കുകയാണ്. അവരിങ്ങനെ മത്സരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഈ മനോഹരമായ ആട്രിബ്യൂട്ട് മോശയ്ക്ക് കിട്ടുന്നത്. മോശ എങ്ങനെയുള്ള മനുഷ്യൻ? ഈ ഭൂമിയിൽ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ. എബ്രായ ജനതയെ ഈജിപ്തിൽ നിന്നും വിമോചിപ്പിച്ച് വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകളെല്ലാം ദൃക്സാക്ഷിയായി നേരെ കണ്ട മനുഷ്യനാണ്. ദൈവം കൽപ്പനകൾ സീനായി മലയിൽ നിന്ന് ഇറക്കിക്കൊടുത്തു. ഇസ്രായേൽ ജനതയ്ക്ക് ആവശ്യമായ ആരാധനാ സംവിധാനങ്ങൾ, ഭരണക്രമീകരണങ്ങൾ, അവരുടെ ന്യായപാലനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ, ഈ ജനതയെ ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ കഴിയാത്ത ഈ ജനതയെ നയിച്ചു കൊണ്ടുവരുന്ന അതിശ്രേഷ്ഠനായ മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം ഈ ഭൂമിയിൽ ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു, അതിസൗമ്യൻ. ഇന്ന് സൗമ്യത, വിനയം, താഴ്മ, ഈ ഭാവങ്ങളെക്കുറിച്ച് ലോകം
അതിനെതിരായിട്ടാണ് പറയുന്നത്. ലോകം പറയുന്നത് ഒരിക്കലും സൗമ്യരാകരുത്, നാം അഗ്രസീവ് ആകണം, പോരടിച്ച് നിൽക്കണം, മത്സരിച്ച് നിൽക്കണം, എതിരിടണം എന്നൊക്കെ പഠിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിനയാന്വിതമാവുക. ഇന്ന് കാപട്യം നിറഞ്ഞ വിനയവുമുണ്ട്, മറ്റുള്ളവരുടെ മുമ്പാകെ ഷോ ഓഫ്, അങ്ങനെയുള്ള വിനയവുമുണ്ട്. അയ്യോ, എന്ത് ഭവ്യതയുടെ വാക്കുകളാണ്. പക്ഷേ നിർമ്മലമായി, ഋജുവായിട്ട്, നേരെ, വളരെ നിർമ്മലമായിട്ട്, യഥാർത്ഥമായിട്ട് വിനയാന്വിത ഭാവം നമുക്കുണ്ടാകേണ്ടതുണ്ട്. തിരുവചനത്തിൻ്റെ താളുകൾ നാം നോക്കുമ്പോൾ വിനയമില്ലാത്തതിനാൽ, സൗമ്യതയില്ലാത്തതിനാൽ വീണുപോയ മനുഷ്യരെക്കുറിച്ചും ചിത്രീകരിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ബാബേൽ ഗോപുരത്തെക്കുറിച്ച് വായിക്കും. ജനങ്ങൾ ടെക്നോളജി അവരിങ്ങനെ നേടിയിരിക്കുകയാണ്. കാരണം ഇതുവരെയായിട്ടും അവർ കുമ്മായമാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ കുമ്മായത്തിന് പകരം കളിമണ്ണ് അവരുപയോഗിക്കാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പാറകളൊക്കെ വെട്ടി കെട്ടിടം പണിഞ്ഞിരുന്ന രീതിയിൽ നിന്നും ഇഷ്ടികകൾ പണിയുന്നതിന്, അത് ചുട്ടെടുക്കുന്നതിന് അവർ പഠിച്ചു. ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കെട്ടിട നിർമ്മാണം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ചർ ഇതൊക്കെ വളരെ ഈസിയായി. അങ്ങനെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാബേലുകാർ തീരുമാനിക്കുകയാണ്, നമുക്ക് ആകാശത്തോളം എത്തുന്ന ഒരു നിർമ്മിതി ഉണ്ടാകണം, ഒരു കെട്ടിടമുണ്ടാകണം. എന്തിനു വേണ്ടിയാണ്? ഈ ഭൂമിതലത്തിൽ എല്ലായിടങ്ങളിലും നമ്മുടെ പ്രശസ്തി വർദ്ധിക്കണം, നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഈ കെട്ടിടത്തിനുള്ളിൽ പാർക്കണം. മനുഷ്യൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വഴി അവനുണ്ടാകുന്ന നേട്ടങ്ങൾ, അവനുണ്ടാകുന്ന അഡ്വാൻസ്മെൻറ്റ്, പുരോഗതി, ആ പുരോഗതിയിൽ അവൻ അഭിരമിച്ച് അവൻ പ്രൈഡാവുകയാണ്, അഹന്തയോടുകൂടി, അഹങ്കാരത്തോടുകൂടെ നിൽക്കുകയാണ്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ആ ഗോപുരത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, ചിതറിക്കപ്പെടുകയാണ്. ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ചിതറിക്കപ്പെടുകയാണ്. നമ്മൾ ടെക്നോളജിക്കലി എത്രത്തോളം അഡ്വാൻസ്ഡ് ആയെങ്കിലും രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നു. പണ്ടൊന്നും ഇത്രയും രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് രോഗങ്ങളാകുന്നു, കൂടുന്നു, വർദ്ധിക്കുന്നു. രുചികരമായ ഭക്ഷണങ്ങൾ, ആ ഭക്ഷണങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൂടി വരുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിനുള്ള പ്രഷർ കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ പ്രതിസന്ധികൾ രൂപപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു ജനസമൂഹം തീരുമാനിക്കുകയാണ്, നമുക്കൊരു വലിയ നിർമ്മിതി ഉണ്ടാക്കണം, പേരുണ്ടാകണം, പ്രശസ്തി ഉണ്ടാകണം, നിത്യമായി നമ്മുടെ സമൂഹം നിലകൊള്ളണം എന്ന് തീരുമാനിക്കുമ്പോൾ ചിതറിക്കപ്പെടുകയാണ്. നെബൂഖദ്നേസർ രാജാവിൻ്റെ ഒരു ആത്മഗതമുണ്ട്. അത് ദാനിയേൽ പ്രവചനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങളിൽ കാണാം. നെബൂഖദ്നേസർ രാജാവ്, അദ്ദേഹം ബാബിലോണിൽ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ആത്മഗതം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഗതം ഇങ്ങനെയാണ്: 12-ാം മാസം കഴിഞ്ഞിട്ട് അവൻ ബാബിലോണിലെ രാജമന്ദിരത്തിന്മേൽ, അതിൻ്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആത്മഗതം പറയുകയാണ്, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു. ഇതിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടിത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. രാജാവ് താൻ ഉണ്ടാക്കിയ, ജനങ്ങളെ ചൂഷണം ചെയ്തൊക്കെ ഉണ്ടാക്കിയതാ കേട്ടോ, സ്വന്തം കയ്യിൽ നിന്നൊന്നുമല്ല, ജനങ്ങളെ ചൂഷണം ചെയ്തുണ്ടാക്കിയ, സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം, മഹത്വം, അതിൻ്റെ മുകളിലിങ്ങനെ ഉലാവിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജാവ് ചിന്തിക്കുന്നത്, ഓഹോ, ഞാനിതെല്ലാം ഉണ്ടാക്കി, ഞാനൊരു ശ്രേഷ്ഠനല്ലേ എന്ന ചിന്ത മനസ്സിലുണ്ടായി. അത് വാക്കുവഴി വരുന്നതിന് മുമ്പ് തന്നെ വീണുപോയി. നോക്കിക്കേ, ഒരു മനുഷ്യനൊന്ന് ചിന്തിച്ച് അതൊന്ന് പറയാൻ തുടങ്ങുമ്പോൾ, പൊങ്ങച്ചത്തിൻ്റെ വർത്തമാനം പറയാൻ അങ്ങോട്ട് വായിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ പോയി, മൊത്തം പോയി. നമ്മുടെ അഹന്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് വിനയാന്വിതരാവുക, സൗമ്യതയുള്ളവരാകുക. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 3-ാം വാക്യം, ഫിലിപ്പിയർ 2:3 പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത് മനോഹരമായിട്ടാണ്. 2-ാം അധ്യായം 3-ാം വാക്യം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ
ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവേൻ. നമുക്ക് പലതും അറിയത്തില്ല, നമുക്ക് പലതും കണ്ടെത്താൻ കഴിയത്തില്ല, നമുക്ക് പലതും നേടാനൊക്കുകയില്ല, പല സ്ഥലങ്ങളിലും ചെല്ലാൻ കഴിയുകയില്ല. പക്ഷെ ഇവിടെയൊക്കെ ചെല്ലാൻ കഴിയുന്ന അനേകം മനുഷ്യർ ശ്രേഷ്ഠരായിട്ട് ഉണ്ട്. അവരെയൊക്കെ പരിഗണിക്കുക, ആദരിക്കുക. ഒരു ശാഠ്യമോ അല്ലെങ്കിൽ ഒരു മത്സരബുദ്ധിയോ ദുരഭിമാനമോ അല്ലാതെ പൊങ്ങച്ച വർത്തമാനങ്ങളോ ഒന്നും വേണ്ട. സൗമ്യതയുടെ അന്തരീക്ഷം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിന് അത് അലങ്കാരമാകട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ വാക്ക്, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന മനോഹരമായ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ വാക്ക് സൗമ്യത. പ്രാർത്ഥന ഇതാണ്: ദൈവമേ, സൗമ്യതയുള്ളവരായി ഞങ്ങളെ മാറ്റണമേ, അല്ലെങ്കിൽ ഞങ്ങളെ സൗമ്യതയുള്ളവരാക്കണമേ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലണം. ദൈവമേ, സൗമ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, സൗമ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രണ്ടാമത്, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ദാസൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദാസനിൽ നിന്നും യജമാനൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയാണ്. ഡ്യൂട്ടിഫുൾ ആയിരിക്കണം, റെഡി ആയിരിക്കണം, ഡ്യൂട്ടിഫുൾ ആയിരിക്കണം. ചില മനുഷ്യരുണ്ട്, അവരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടെന്നേ, ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല, അങ്ങ് മടി പിടിച്ചിരിക്കുന്ന മനുഷ്യർ, അലസഭാവത്തിലിരിക്കുന്ന മനുഷ്യർ. നമ്മുടെ പള്ളിയിൽ നമ്മൾ വന്നിരിക്കുന്ന ചില ഇടങ്ങളുണ്ടല്ലോ, നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് 10-60 വർഷമായിട്ട് ഞായറാഴ്ചകളിൽ അവിടെ വന്നിരിക്കുകയുള്ളൂ. ഇച്ചിരി മടി പിടിച്ച് അലസഭാവത്തിൽ. ഇങ്ങനെ അലസഭാവമല്ല, ഡ്യൂട്ടിഫുൾ ആകണം, റെഡി ആകണം. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, സ്റ്റെഡ് ഫാസ്റ്റ്, റെഡി ആയിരിക്കുന്ന, ഉണർവോടുകൂടെ ഇരിക്കുന്ന മനുഷ്യർ. ഈ ദാസൻ യജമാനൻ എപ്പോൾ വരുമെന്ന് അറിയാകിയാൽ എപ്പോഴും ഉണർന്നുള്ളവനായിരിക്കണം, റെഡി ആയിരിക്കണം. അതായത് അദ്ദേഹം സന്നദ്ധനായിരിക്കണം. സന്നദ്ധത. ജനസമൂഹം പാപത്തിലേക്ക് വീണു പോകുന്നു. ദൈവം ഒരു പ്രതിവിധി നിശ്ചയിക്കുന്നു, ഒരു വലിയ പ്രളയം, ഒരു ഫ്ലഡ്. ഈ പ്രളയത്തിൽ അതിജീവനം സാധ്യമാവുക നോഹയ്ക്കും കുടുംബത്തിനുമാണ്. നോഹയോടും കുടുംബത്തോടും പറഞ്ഞു, ഒരു പെട്ടകം ഉണ്ടാക്കുക, ഒരു ആർക്ക് ഉണ്ടാക്കുക. നോഹയ്ക്ക് വേണമെങ്കിൽ ചുമ്മാതാന്നേ എന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷെ നോഹ എത്ര താല്പര്യത്തോടു കൂടിയാണ് വിറകുകൾ ശേഖരിക്കുകയും ദൈവം കൽപ്പിച്ചതനുസരിച്ച് വിറകുകൾ ശേഖരിച്ച് അത് വളരെ കൃത്യമായി ഒരു ബോട്ട് ഉണ്ടാക്കുന്നതിന്, കപ്പലുണ്ടാക്കുന്നതിന് പരുവത്തിന് പാകപ്പെടുത്തി ഉളിയും ആണിയും അതിന് പുരട്ടുന്ന കീലും എല്ലാം ക്രമീകരിച്ച് എത്ര മനോഹരമായിട്ടാണ് നോഹ സംവിധാനം ചെയ്യുന്നത്. റെഡിയാ, താല്പര്യത്തോടു കൂടി അത് ഏറ്റെടുക്കുകയാണ്, ഉത്സാഹത്തോടു കൂടി ഏറ്റെടുക്കുകയാണ്. മെറ്റിക്കുലസ്ലി ഹി ഡിഡ് ഇറ്റ്. അത് ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യുകയാണ്. ഇസ്രായേൽ ജനതയെ, അവരെബ്രായ ജനതയായി ഈജിപ്തിൽ കഴിയുമ്പോൾ അവരെ വിമോചിപ്പിക്കണം. ദൗത്യം മോശയെ ഏൽപ്പിച്ചു. മോശ തുടക്കത്തിൽ ഒരല്പം ഹെസിറ്റൻ്റായിട്ട് മോശ പറയുന്നുണ്ട്, അയ്യോ, ഞാൻ തടിച്ച നാവുള്ള വിക്കനായ ഒരു മനുഷ്യനാണ്, എനിക്ക് സ്റ്റാമറിങ് ഉണ്ട്, ഒരു പ്രഭാഷണ മികവ്, വ്യുൽപ്പത്തിയൊന്നും എനിക്കില്ല, എന്നെ ഒന്ന് ഒഴിവാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ യഹോവയാം ദൈവം മോശയെ നിയോഗിക്കുന്നു. പക്ഷെ മോശ അത് ഏറ്റെടുത്തു. ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളികൾ ഉയരുമ്പോൾ മോശ ഒന്ന് അസ്വസ്ഥനാകുന്നുണ്ട്. പക്ഷെ ദൈവം ശക്തീകരിക്കുന്നുണ്ട്. സന്നദ്ധനാവുകയാണ്, നിയോഗങ്ങൾക്ക് മുൻപാകെ സന്നദ്ധത കാണിക്കുക, റെഡിയാവുകയാണ്. ഇത് വളരെ സുപ്രധാനമാണ്. ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന നിയോഗങ്ങൾ സന്നദ്ധതയോടുകൂടെ ഏറ്റെടുക്കണം. ഇന്ന് യുവതി യുവാക്കൾ വിവാഹം കഴിക്കുന്നതിന് മടിക്കുകയാണ്. ഇനി എന്താകും? ഡിവോഴ്സ് കേസുകളൊക്കെ കൂടി വരുന്നുണ്ട്. വേദനാജനകമായ അന്തരീക്ഷങ്ങൾ പല കുടുംബങ്ങളിലുമുണ്ട്. ബന്ധുക്കളുടെ, പ്രിയപ്പെട്ടവരുടെ, സുഹൃത്തുക്കളുടെ ഒക്കെ കുടുംബജീവിതത്തിലെ അപജയങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ കുടുംബജീവിതം അയ്യോ വേണ്ട, മക്കൾ അയ്യോ അത് വേണ്ട, ഉന്നത വിദ്യാഭ്യാസം ഉള്ളതൊക്കെ മതി. എല്ലാത്തിലും ഒരു മടിയ, സന്നദ്ധതയില്ലായ്മ. എല്ലാ മേഖലകളിലും ആത്മീയ രംഗത്തേക്ക് കടന്നു വരാൻ നമുക്ക് കഴിയും. പള്ളിയുടെ ചുമതലകളിലേക്ക് കടന്നു വരാം, ഒയ്യോയ്യോ എന്നെ അങ്ങ് ഒഴിവാക്കാമോ, പക്ഷെ എൻ്റെ അഭിപ്രായം 10 എനിക്കുണ്ട്,
സോഷ്യൽ മീഡിയ ഞാൻ കുറേ കമൻ്റ് ഇടും, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ തിളങ്ങി നിൽക്കും. പക്ഷെ ഉത്തരവാദിത്വം എൻ്റെ പൊന്നച്ച എന്നെ അങ്ങ് ഒഴിവാക്കണം. എല്ലാത്തിനും കമൻ്റ് ഇടും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, എല്ലാത്തിനും അഭിപ്രായമുണ്ട്. അങ്കിളൊന്ന് ഏറ്റെടുത്തേ, ആൻറ്റി ഒന്ന് ഏറ്റെടുത്തേ, അയ്യോ എൻ്റെ അച്ഛ എന്നെ ഒന്ന് ഒഴിവാക്കാമോ? സന്നദ്ധതയില്ലായ്മ. ഈ സന്നദ്ധത സുപ്രധാനമാണ്. ശലോമോൻ രാജസ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ ശലോമോൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു, ദൈവമേ എനിക്ക് നീ ജ്ഞാനം തരയണമേ ഈ ജനതയെ ഒന്ന് നയിക്കുവാൻ. കാരണം ശലോമോൻ്റെ മുൻഗാമികളായ ശൗൽ ആ രാജ്യത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചു. പിതാവായ ദാവീദ് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം, അതിൻ്റെ ഒരു ഘടനയൊക്കെ ചിട്ടപ്പെടുത്തി ദേവാലയ നിർമ്മാണത്തിനുള്ള നല്ലൊരു തുടക്കം കുറിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ശലോമോന് ദൈവത്തോട് ആവശ്യപ്പെടുന്നത് ജ്ഞാനമാണ്. ദൈവമേ എനിക്കൊരു ജ്ഞാനം തരണമേ. അടിയനൊന്ന് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്, എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. പക്ഷെ ശലോമോൻ വീണു പോകുന്നുണ്ട്. സന്നദ്ധനായി എന്നതുകൊണ്ട് മാത്രമാകുന്നില്ല, സ്ഥിരോത്സാഹത്തോടുകൂടെ മുന്നോട്ട് പോകാനും കഴിയണം. കാരണം ശലോമോൻ തൻ്റെ ജീവിതത്തിൽ ദൈവം വളരെയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അതിനെയൊക്കെ വിസ്മരിച്ച് ബഹുദൈവ ആരാധനയിലേക്ക്, ബഹുഭാര്യത്വത്തിലേക്ക്, കച്ചവട ബന്ധങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് വേണ്ടി സത്യദൈവത്തെ മറക്കുന്ന രീതിയിലേക്കൊക്കെ ശലോമോൻ പോകുന്നുണ്ട്. നമുക്ക് നല്ല സന്നദ്ധതയുണ്ടായി എന്നതുകൊണ്ട് മാത്രമാകുന്നില്ല, വീണു പോകാതിരിപ്പാനും സൂക്ഷിക്കേണ്ടതുണ്ട്. എ ഗുഡ് ബിഗിനിങ്, നല്ലൊരു തുടക്കം കിട്ടി. ഒരു കാർ റേസ് അല്ലെങ്കിൽ ഒരു ബൈക്ക് റേസ്, നമുക്ക് ആദ്യം ഒരു നല്ല സ്പീഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പക്ഷെ പിന്നീട് നമ്മുടെ എൻജിൻ കിതയ്ക്കുകയാണെങ്കിൽ പ്രശ്നമായി പോകും. നമുക്കൊരു നല്ല തുടക്കം കിട്ടി എന്നതുകൊണ്ട് മാത്രമാകുന്നില്ല, വീണു പോകാതെ നിലകൊള്ളേണ്ടതുണ്ട്. ശൗൽ രാജാവ് നല്ല പൊക്കമുള്ള മനുഷ്യനാണ്, ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, മനോഹരനാണ്. പക്ഷേ ശൗലിനുണ്ടാകുന്ന പ്രതിസന്ധി എന്താ? ഈ തുടക്കം നല്ലതായിരുന്നു എങ്കിലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാതെ പോകുന്നു, ദൈവിക കൽപ്പനകൾ പാലിക്കാതെ പോകുന്നു. ശൗലിൻ്റെ ഗുരുവും ശൗലിന് വഴികാട്ടിയുമായി ദൈവം നിയോഗിച്ചു കൊടുത്തിട്ടുള്ള ശമൂവേലിൻ്റെ വാക്കുകൾ കേൾക്കാതെ പോകുന്നു. അതുകൊണ്ട് ഈ സന്നദ്ധനാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സന്നദ്ധനാകുന്ന മനുഷ്യൻ കൽപ്പിച്ചിരിക്കുന്നത് ചെയ്യുന്നതിനും ഇടയാകണം. ചിലരുണ്ട്, അവർ1000 ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ. പള്ളിയിലെ കമ്മിറ്റിയിൽ അംഗമായിരിക്കും, സൺഡേ സ്കൂൾ, മർത്തമറിയ സമാജം, ശുശ്രൂഷകർ, അതൊക്കത്തില്ലല്ലോ. മർത്തമറിയ സമാജത്തിലുള്ളവർ ശുശ്രൂഷകരാകത്തില്ലല്ലോ. അപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇങ്ങനെ ഏറ്റെടുത്തു, അത് പോരട്ടെ ഇത് പോരട്ടെ എല്ലാം ഏറ്റെടുക്കും. പക്ഷെ സ്വന്തം കുടുംബക്കാര്യം തകർന്നു പോകും. ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതല്ല, ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഫലപ്രദമായി സമയം ചിലവിട്ട് വിജയിപ്പിക്കുന്നതാണ് വിജയം. അത് വളരെ സുപ്രധാനമാണ്. നമ്മുടെ കുട്ടികളൊക്കെ അവരുടെ പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ എത്ര ചിട്ടയോടുകൂടിയാണ് അവർ അവരുടെ പുസ്തകങ്ങൾ നോക്കുന്നത്, എത്ര ഭംഗിയായിട്ട് അത് നല്ലതുപോലെ പൊതിഞ്ഞ് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതി, ക്ലാസ്, ഡിവിഷൻ, സ്കൂള്, സബ്ജക്റ്റ്, മനോഹരം. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ ഈ പുസ്തകം രാവിലെ എവിടുന്നെങ്കിലുമൊക്കെ പറക്കിയെടുത്തോണ്ടായിരിക്കും വരുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തേച്ച് മിനുക്കി നമ്മളിങ്ങനെ അങ്ങ് പോകും. മദ്ബഹായിൽ ശുശ്രൂഷകരായിട്ട് പ്രവേശിക്കുന്നവർ, ആദ്യത്തെ 2 ആഴ്ചകളിൽ എന്ത് ഉത്സാഹമാണ് അച്ഛാ, ഞാൻ 24 മണിക്കൂറും പള്ളിയിൽ അങ്ങ് നിന്നോട്ടെ എന്നൊക്കെ ചോദിക്കും. 3-ാമത്തെ ആഴ്ച 4-ാമത്തെ ആഴ്ച മുട്ടുന്യായങ്ങൾ, തടസ്സവാദങ്ങൾ, ഒഴിവുകഴിവുകൾ, സന്നദ്ധതയുണ്ട്, പക്ഷേ നിലനിന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. ദൈവം യോനയോട് പറഞ്ഞു, നീ നിനിവയിലേക്ക് ചെല്ലുക, വലിയൊരു ദൗത്യം നിനക്ക് നിർവഹിപ്പാനുണ്ട്, വലിയൊരു ദൗത്യം. പക്ഷെ യോനയ്ക്ക് പദ്ധതി മറ്റു പലതുമാണ്. അവൻ യോപ്പയിലേക്ക് പോയി തർശീശിലേക്ക് പോകാൻ കപ്പൽ കയറുകയാണ്, വേറെ ദിക്കിലേക്ക്. ഏറ്റെടുത്തു, പക്ഷെ വേറെ എന്തോ ചെയ്തു പോകുന്ന ചില മനുഷ്യരുണ്ട്. ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാക്കാതെ, അത് ഏറ്റെടുക്കാതെ, സന്നദ്ധത കാണിക്കാതെ പോകുന്ന മനുഷ്യർ. നമ്മളിപ്പോൾ ശ്ലീഹന്മാരെ ഓർക്കുകയാണ്. ശ്ലീഹന്മാരിൽ അവർക്ക് ഓരോരുത്തർക്കും
അവരുടെ ജീവിതത്തെ നാം ഒന്ന് വിലയിരുത്തുമ്പോൾ, അവരുടെ ജീവചരിത്രം നാം വായിക്കുമ്പോഴും അവർ തുടക്കത്തിൽ ഒരാവേശമൊക്കെ കാണിച്ചു. ചില സമയത്ത് അവർ തണുത്തു പോയിട്ടുണ്ട്. നമ്മളെപ്പോലെ ബലഹീനരായ, കുറവുള്ള, ദുർബലരായ മനുഷ്യരാണ്. പക്ഷേ അവരുടെ കുറവുകളെല്ലാം ക്രിസ്തുവിൻ്റെ സന്നിധിയോട് ചേർന്ന് നിന്നപ്പോൾ, കർത്താവിനോട് ചേർന്ന് നിന്നപ്പോൾ അതിജീവിക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകാൽ പെന്തിക്കോസ്തിക്ക് ശേഷം അവർ പ്രാപിച്ച ഊർജം, അതെങ്ങനെ ലോകത്തിൽ അവർ ആവിഷ്കരിച്ചു എന്നത് നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ്. ഇറ്റ് ഈസ് അമേസിങ്. നമ്മൾ നോക്കിക്കേ പത്രോസ് സകലതും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചവനാണ്. ഇങ്ങനെ അനുഗമിച്ച് ഇടയ്ക്ക് പത്രോസ് വീണു പോകും, എഴുന്നേൽക്കും, വെള്ളത്തിൽ വീഴും, കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിക്കും, മണ്ടത്തരം പറയും, ശക്തീകരിക്കും. ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കർത്താവിൻ്റെ പീഡാസഹനത്തോട് അടുക്കുമ്പോൾ പത്രോസ് കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് തനിക്ക് നേരിടാൻ പോകുന്ന പീഡാസഹനത്തെക്കുറിച്ച് പറഞ്ഞു. ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കലിടറും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പത്രോസ് പറയുന്നത്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. പത്രോസിൻ്റെ സന്നദ്ധത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായി 26:33 മുതൽ. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. മറ്റെല്ലാവരും അവരൊക്കെ ഇടറും, അവരൊക്കെ ചിലപ്പോൾ നിന്നെ തള്ളിപ്പറയും കേട്ടോ, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ ഒന്നും തള്ളിപ്പറയാത്തത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞ് പത്രോസ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആവേശത്താൽ പറയുകയാണ്, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മറ്റ് ശിഷ്യന്മാർക്കും ആവേശമായി. അവരും പറഞ്ഞു, അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. സന്നദ്ധതയുണ്ട്. വി ആർ റെഡി. കർത്താവേ, മറ്റാരും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറയുന്ന പത്രോസ്. സന്നദ്ധത. നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിൽ സന്നദ്ധത അനിവാര്യമാണ്. ഡ്യൂട്ടിഫുൾ ആകണം, റെഡി ആകണം. നമ്മളിങ്ങനെ അലസ മനോഭാവത്തോടുകൂടെ ആകരുത്. ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഞായറാഴ്ച രാവിലെ ഒരു 8 മണിക്ക് എഴുന്നേറ്റിട്ട് ചിന്തിക്കുക, ഇന്ന് എന്തെടുക്കണം, ഇന്ന് ഏത് വസ്ത്രം ധരിക്കണം. ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഒക്കുകയില്ല. നമ്മൾ തലേന്നേ റെഡിയാകണം. വസ്ത്രങ്ങളെല്ലാം അടുക്കി വെക്കണം, ഓരോന്നും ചിട്ടയോടുകൂടെ വെക്കണം. പരിശുദ്ധ പാമ്പാടി തിരുമേനി ഏകദേശം 15 വർഷക്കാലത്തോളം തൻ്റെ കബറിടം അത് പണിത് അതിനടുത്ത് കട്ടിലിട്ട് ഇരുന്ന മനുഷ്യനാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനി. പാമ്പാടി കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. സന്നദ്ധതയാണ്, റെഡിയാ, ഡ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെയാണ്. വളരെ നേരത്തെ തന്നെ അവരുടെ വിൽപത്രങ്ങളെല്ലാം എഴുതി വെക്കും. അതുപോലെ തന്നെ അന്ത്യകൽപ്പനകളെല്ലാം റെഡിയാക്കി വെക്കും. എന്താണ് ലോകത്തോട് പറയാനുള്ളത്, റെഡിയാ, തയ്യാറായിട്ട് നിൽക്കുന്ന മനുഷ്യർ, ഡ്യൂട്ടിഫുള്ളാകുന്ന മനുഷ്യർ, നമുക്ക് അവരെ ഓർക്കേണ്ടുന്നതുണ്ട്. പ്രത്യേകിച്ച് ശ്ലീഹന്മാരെ ഓർക്കുമ്പോഴും അവരുടെ സന്നദ്ധത നമുക്ക് മുൻപാകെ ഉണ്ടാകണം. അതുകൊണ്ട് 2ാമത് വാക്കായിട്ടുള്ളത് സന്നദ്ധത. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, കർത്താവേ, നിന്റെ ഹിതം ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധ ഞങ്ങൾക്ക് നൽകണം. നമുക്ക് നിയോഗം തന്നിട്ടുണ്ട്. കുടുംബജീവിതമാകാം, അക്കാദമിക മേഖലയിൽ പഠിക്കുക എന്നുള്ളതാകാം, ഏതെങ്കിലും ജോലി കാര്യങ്ങളാകാം, ഇടവകയിലെ ഉത്തരവാദിത്തങ്ങളാകാം, നല്ലൊരു ഗ്രഹനാഥനും ഗ്രഹനായികയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആകുവാനുള്ള നിയോഗമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത്. മടിയും അലസതയും പൂണ്ട് വീണു പോവുകയല്ല, മറിച്ച് കർത്താവേ, നീ എന്നെ ഏൽപ്പിക്കുന്നത്, നീ എന്നോട് ഈ കാലഘട്ടത്തിൽ പറയുന്നത് ഏറ്റെടുക്കുവാനുള്ള ഒരു സന്നദ്ധത എനിക്ക് നീ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടച്ച് 2ാമത്തെ പ്രാർത്ഥന, 1ാമത്തെ പ്രാർത്ഥന കർത്താവേ ഞങ്ങൾക്ക് സൗമ്യത നൽകണമേ. 2ാമത്തെ പ്രാർത്ഥന, കർത്താവേ ഞങ്ങൾക്ക് സന്നദ്ധത, നിന്റെ പദ്ധതികൾ, നിന്റെ നിയോഗം ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധത നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. 2ാമത്തെ പ്രാർത്ഥന, ദൈവമേ, നിന്റെ ഹിതം ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് സന്നദ്ധത നൽകണമേ. ദൈവമേ, നിന്റെ ഹിതം ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് സന്നദ്ധത നൽകണമേ. 1ാമത്തെ വാക്ക് സൗമ്യത, 2ാമത്തെ വാക്ക് സന്നദ്ധത. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു ദാസൻ പറയുമ്പോൾ അതിൻ്റെ 3ാമത്തെ തലം ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, ചെയ്തു.
ഹി ഡിഡ് ഇറ്റ്, അവൻ ചെയ്തു കഴിഞ്ഞു. അത് ഓർമ്മിപ്പിക്കുന്നത് സമർപ്പണത്തെയാണ്. സമർപ്പണം, മൂന്നാമത്തെ വാക്ക് സമർപ്പണം എന്നുള്ളതാണ്. സന്നദ്ധത ഉണ്ടായിട്ട് കാര്യമില്ല, സമർപ്പണം വേണം. ഞാനിത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇത് നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു പൂർത്തീകരണത്തിൻ്റെ തലത്തിലേക്ക് വരണം. ആ പൂർത്തീകരണത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോഴാണ് അത് ഫലപ്രദമായി, അത് ഫുൾഫിൽഡായി, പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവാണ് തൻ്റെ പിതാവിൻ്റെ ഹിതം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചതിനുള്ള മനോഹരമായ ഉദാഹരണം. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. എൻ്റെ പദ്ധതിയല്ല, നിൻ്റെ പദ്ധതി. കർത്താവേ, പിതാവാം ദൈവമേ, അങ്ങ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് മനോഹരമായി കർത്താവ് അത് പറയുകയും ചെയ്യുന്നുണ്ട്. അത് ഏറ്റെടുക്കലാണ്, ഏറ്റെടുത്തതിനെ പൂർത്തീകരിക്കലാണ്. അപ്പോഴാണ് അത് സാർത്ഥകമാകുന്നത്. നമുക്ക് അബ്രഹാമിനെ കാണാം. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, യഹോവയാം ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്സഹാക്ക് മകനെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ ഒരു ഹോമയാഗം കഴിക്കുക. അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചു. അബ്രഹാം എപ്രകാരമാണ് അത് സന്നദ്ധതയോടെ ഏറ്റെടുക്കുന്നത് എന്നതിനെക്കുറിച്ച്, സമർപ്പണത്തോടെ അത് പൂർത്തീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ കാണാം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, ഏർലി മോർണിംഗ്, കഴുതയ്ക്ക് കോപ്പിട്ടു, അതായത് കഴുതയ്ക്ക് ജീനിയിട്ടു, തൻ്റെ മകൻ ഇസ്സഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറകും കീറിക്കൊണ്ട് അവൻ പുറപ്പെട്ടു. 2 ദാസന്മാരെയും കൂടെ കൂട്ടി. റെഡിയാ. അതെത്ര മനോഹരമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അബ്രഹാം സ്വയമേവ റെഡിയായി, തൻ്റെ മകനെ റെഡിയാക്കി, ഹോമയാഗത്തിനുള്ള വസ്തുക്കൾ ക്രമീകരിച്ചു, യാത്രക്കുള്ള ക്രമീകരണം ചെയ്തു, തന്നോടൊപ്പം പോരുന്നതിന് 2 ബാല്യക്കാരെയും റെഡിയാക്കി. ചുറ്റുപാടുകളെ ക്രമീകരിച്ച് ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നവർ, സമർപ്പിതരായിരിക്കുന്ന മനുഷ്യർ. കന്യകമറിയാം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, ഇന്നും അമ്മ മറിയം തൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് തിരുവചനത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. രൂത്ത്, ഭർത്താവ് മരിച്ചു, ഭർത്താവിൻ്റെ സഹോദരൻ മരിച്ചു, സഹോദര ഭാര്യ സ്വന്തം ദേശത്തേക്ക് പോയി. രൂത്ത് അമ്മാവിയമ്മയായ നവോമിയോട് പറയുന്നതുണ്ടല്ലോ, രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നിങ്ങൾ പോകുന്ന ദേശത്തേക്ക്, വസിക്കുന്ന സ്ഥലത്ത് ഞാനും വസിച്ചുകൊള്ളാം. സമർപ്പണമാണ് അന്ത്യത്തോളം. അതുകൊണ്ട് എന്താണ്, തലമുറകൾ രൂത്തിൻ്റെ പേര് ഓർക്കുകയാണ്. എത്ര അനുഗ്രഹീതരായ സന്താനങ്ങൾ, കൊച്ചുമക്കൾ, തലമുറകൾ ഒക്കെയാണ് രൂത്തിനും ഉണ്ടാകുന്നത്. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഒരു സമർപ്പണത്തിൻ്റെ അനുഭവം. പരിശുദ്ധനായ പൗലോസ്ലീഹ ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് ശൗലായിരുന്ന അദ്ദേഹത്തെ ദൈവം വിളിച്ചു, ഉത്തരവാദിത്തം ഏറ്റെടുത്തു, ഒരു യാത്ര നടത്തി, അവസാനിപ്പിച്ചില്ല. 3 മിഷൻ യാത്രകൾ, ദൗത്യമേഖലയിൽ വീണ്ടും വീണ്ടും ചെന്ന് ആ സഭകളെയെല്ലാം ശക്തീകരിച്ച്, അവർക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നതയുണ്ടാകുമ്പോൾ അതിനെയെല്ലാം ദൂരീകരിച്ച്, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ മാറ്റി, വേദവിപരീതങ്ങൾ ഉയരുമ്പോൾ അതിനെയെല്ലാം അടിച്ചമർത്തി, അവർക്ക് പുതിയ സഭാ നേതൃത്വത്തെ വാർത്തെടുത്ത് കൊടുത്ത്, അവർക്കാവശ്യമായ ഇടയ സന്ദേശങ്ങൾ നൽകി സഭകളെ ശക്തീകരിച്ച പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളെ തന്നെ ദൈവത്തിന് കാഴ്ചയായി സമർപ്പിപ്പീൻ. ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്ന മനുഷ്യർ. നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ അനേകരെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ദശരഥ് മാഞ്ചി, ആ മനുഷ്യൻ ഈ അടുത്തിടെ ദ മൗണ്ടൈൻ മാൻ എന്നുള്ള ഒരു മൂവിയിൽ കൂടി നമുക്ക് മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തക്ക സമയത്ത് ചികിത്സ ലഭിച്ചില്ല. കാരണം അദ്ദേഹത്തിന് ഒരു വലിയ മല കടന്നു വേണം ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ. 50ഓളം കിലോമീറ്റർ ദൂരം താണ്ടി വേണം ഭാര്യയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ.
ഭാര്യ മരിച്ചു. അദ്ദേഹം നിയോഗമേറ്റെടുക്കുകയാണ്, ഒരു പാത വെട്ടി ഒരുക്കണം. 22 വർഷം പരിശ്രമിച്ച് 50 കിലോമീറ്റർ ദൂരം പോകേണ്ടിയിരുന്നത് 15 കിലോമീറ്റർ ദൂരമായി ചുരുക്കി മലയിൽ കൂടി ഒരു പാത രൂപപ്പെടുത്തി. അതുകൊണ്ട് ദശരഥ് മാഞ്ചി എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തിന് മുമ്പാകെ അർത്ഥവത്തായ സാക്ഷ്യമായി നിലകൊള്ളുകയാണ്. നമ്മുടെ പിതാക്കന്മാർ, സഭാചരിത്രകാരന്മാർ, ജൂൺ മാസം 16-ാം തീയതി നമ്മൾ ഓർക്കുന്ന സഭാചരിത്രകാരനായ ഇസഡം പാറേട്ട്, കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്തയായിരുന്ന പാറേട്ട്, മാത്യു സീവാനിയോസ് തിരുമേനിയുടെ സഹോദരൻ. അദ്ദേഹത്തിന് 70 കഴിഞ്ഞപ്പോഴാണ് സഭാചരിത്രം ഒന്ന് എഴുതിയേക്കാം എന്ന ആഗ്രഹം ഉണ്ടാകുന്നത്. അതുവഴി 10 വാല്യങ്ങളായിട്ട് മലങ്കര സഭയുടെ ചരിത്രം, മാർത്തോമാ ശ്ലീഹ മുതൽ ഇങ്ങനെ സഭാപിതാക്കന്മാരുടെ എല്ലാം ചരിത്രം അദ്ദേഹം എഴുതി എത്ര മനോഹരമായിട്ട് ലോകത്തിന് മുൻപാകെ പങ്കുവെച്ചു. 70 വയസ്സ് കഴിഞ്ഞ ശേഷം വിശുദ്ധ കുർബാനയിൽ നാം ചൊല്ലുന്ന ഹൂത്തോമകൾ അതൊക്കെ രൂപപ്പെടുത്തിയ പരിശുദ്ധ ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനിയും ഏറെ വാർദ്ധക്യത്തിലാണ് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. പക്ഷേ സുറിയാനിയിൽ ആദ്യമായിട്ട് തിരുമേനി ആ പാട്ടുകളൊക്കെ രചിച്ച് പിന്നീട് മലയാളത്തിലാക്കി. അതിനെ പിന്നീട് സഭാകവി CP ചാണ്ടി സാർ, ഓർക്കണം, അൽമായരായ മനുഷ്യർ, സഭാകവി CP ചാണ്ടി സാറ് ഇതൊക്കെ ഗദ്യരൂപത്തിൽ നിന്നും പദ്യരൂപത്തിലേക്ക് മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെയും യൂഹാനോൻ സേവറസ് തിരുമേനിയുടെയും കോനാട്ട് അബ്രഹാം മൽപ്പാൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി പാട്ടുകളാക്കിയപ്പോൾ നമുക്ക് എത്ര മനോഹരമായ പാട്ടുകൾ വിശുദ്ധ കുർബാനയ്ക്ക്, കൂദാശകൾക്ക്, പെരുന്നാളുകൾക്ക് ഒക്കെ ചൊല്ലാൻ കഴിയുന്നു. അവർ ചിട്ടപ്പെടുത്തി തന്നപ്പോൾ ഇന്ന് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, സമർപ്പിതരാകാൻ കഴിയുന്നില്ല. 1 മണിക്കൂർ നേരം ഒന്ന് വായിക്കണം. ഒരു നോവൽ തന്നു, 1 മണിക്കൂർ ഒന്ന് വായിക്കണം. അതിൻ്റെ ഇടയ്ക്ക് 10 ഫോൺ കോൾ വരും, 10 നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ പോയി അല്ലേ? മണിക്കൂറുകൾ ഒരു കാര്യത്തിന് വേണ്ടി സമർപ്പിതരാകാൻ നമുക്ക് കഴിയുന്നില്ല. ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണ്. പെട്ടെന്ന് നമ്മൾ അസ്വസ്ഥരാവുകയാണ്. നമ്മുടെ ശ്രദ്ധ പാളിപ്പോവുകയാണ്. മൾട്ടി ടാസ്കിങ്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളങ്ങനെ ചെയ്യാറില്ലേ? നമ്മൾ കാർ ഓടിക്കുമ്പോൾ തന്നെ ആളുകളോട് ഫോണിൽ കൂടെ സംസാരിക്കും. നമ്മൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, തുണി ഇങ്ങനെ അയൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പ്രസംഗം കേൾക്കും. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫോണിൽ സംസാരിക്കും. കുട്ടികളൊക്കെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പാട്ട് കേൾക്കും. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മാത്സ് 1+1 = 2, a+b ² = a²+. ഇതിൻ്റെ ഇടയ്ക്ക് പാട്ടും കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഒക്കുന്നത്? മൾട്ടി ടാസ്കിങ്. അതിൻ്റെ ലോകത്ത് നമ്മൾ ഒരു കാര്യത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. നമുക്കിന്ന് ചാറ്റ് ബോട്ടുകളുണ്ട്. നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നമ്മൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഒന്നും അല്ല പോയി നോക്കുന്നത്, ഇങ്ങനെ മറിച്ചൊന്നുമല്ല. നമ്മൾ ജെമിനിയോട് ചോദിക്കും, ജെമിനി, ഈ അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണോ? നമ്മൾ അന്വേഷിക്കുന്നില്ലല്ലോ. നമുക്കെല്ലാം വിരൽത്തുമ്പിൽ ഇങ്ങനെ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അല്ലേ? ജെമിനി എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്? ജെമിനി ഇങ്ങോട്ട് പറഞ്ഞു തരും. ജെമിനി എന്ന് പറഞ്ഞ ആരും രമണിയാണ്, അങ്ങനെ ആരെങ്കിലും സ്ത്രീകളുടെ പേരാണ് അച്ഛൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നില്ല. 90-95 വയസ്സുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കുകയാണ്. എല്ലാവരും ഇത് ഉപയോഗിക്കുകയാണ്. ലൈബ്രറിയിൽ കുത്തിയിരുന്ന് പഠിച്ച് നോട്ടുകൾ എഴുതി ആരും തയ്യാറാകുന്നില്ല. എല്ലാവരും വോയിസ് ടൈപ്പിംഗ് അല്ലേ? അങ്ങനെ ഒരു ലോകത്ത് സമർപ്പിതരാകാൻ നമുക്ക് കഴിയുന്നില്ല. കുടുംബജീവിതത്തിൽ, ഇടവക ശുശ്രൂഷയിൽ സമർപ്പിതരാകാൻ കഴിയുന്നില്ല. നമ്മൾ ഇങ്ങനെ അലസ മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇവിടെ ഈ ദാസൻ നിലകൊള്ളുന്നത്. ദാസൻ പറയുകയാണ്, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടുന്നതേ ചെയ്തിട്ടുള്ളൂ, പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഹി ഡിഡ് ഇറ്റ്. ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് സമർപ്പണത്തിൻ്റെ സൂചനയാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ ക്രിസ്തീയമായ ദൗത്യം, നിയോഗം, കൽപ്പനകൾ അത് ഫലപ്രദമായി 100% പെർഫെക്ഷനോടുകൂടെ ചെയ്യുവാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. നമ്മളെ കൊണ്ട് ഒക്കുമോ എന്നറിയത്തില്ല, ബട്ട് ഡു ഇറ്റ്. തയ്യാറാവുക, ശ്രമിച്ചു കൊണ്ടേയിരിക്കുക എന്ന ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. കർത്താവിൻ്റെ ഒപ്പം കൂടെ നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യൂദായെ പോലെ ചിലപ്പോൾ നമ്മൾ വീണുപോകും. കൂടെ നടന്നു,
എല്ലാം കണ്ട് മനസ്സിലാക്കി. പക്ഷേ ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി കർത്താവിനെ ഒറ്റുകൊടുക്കുന്നവരാകരുത്. അങ്ങനെ ആകാതിരിപ്പാൻ നമ്മൾ സമർപ്പിതരാകണം. അതുകൊണ്ട് മൂന്നാമത്തെ തലം, സമർപ്പണത്തിൻ്റെ തലം, നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ദൈവമേ, നിൻ്റെ ഹിതം പൂർണ്ണതയിൽ നിർവഹിപ്പാൻ ഞങ്ങൾക്ക് സമർപ്പണം നൽകണമേ, അല്ലെങ്കിൽ ഞങ്ങളെ സമർപ്പിതരാക്കണമേ. സന്യസ്തരെക്കുറിച്ചും വൈദികരെക്കുറിച്ചുമുള്ള മനോഹരമായ ഒരു വാക്ക് സമർപ്പിതർ എന്നാണ്. സമർപ്പിതർ, സന്യസ്തർ സമർപ്പിതരാകണം. കാരണം അവർക്ക് നൽകിയിരിക്കുന്ന ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ, ത്രിവിധങ്ങൾ അത് കൃത്യമായിട്ട് പാലിക്കുന്നവരാകണം സന്യസ്തർ. അതുകൊണ്ട് അവരെ വിളിക്കുന്നത് സമർപ്പിതർ. ഞങ്ങൾ വൈദികർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുക, ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുക, അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള നിയോഗം ഏറ്റെടുക്കുക. സമർപ്പിതർ. അധ്യാപകർ സമർപ്പിതരാണ്. അധ്യാപകർ നല്ലതുപോലെ പഠിപ്പിച്ചില്ല എങ്കിൽ അടുത്ത തലമുറ പോകും. രാഷ്ട്രീയ മേഖലകളിലുള്ളവർ നല്ലതുപോലെ ഭരിച്ചില്ല എങ്കിൽ നമ്മുടെ റോഡുകളും എല്ലാം കുളമായിട്ട് കിടക്കും. ഈ ജനം അവർക്ക് കഴിയുന്ന വിധത്തിലൊക്കെ പോകും. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ സമർപ്പിതരാണ്. കുടുംബസ്ഥർ ദൈവസന്നിധിയിൽ ഏറ്റെടുത്തിരിക്കുന്നതാണ്. എൻ്റെ കുടുംബം ഞാൻ ഭംഗിയായിട്ട് നോക്കും, സമർപ്പിതരാണ്. അപ്പം സമർപ്പണം അത് വളരെ സുപ്രധാനമാണ്. തലതൊടുന്ന ആൾ, സ്പോൺസർ അല്ലെങ്കിൽ ഗോഡ് ഫാദർ, ഗോഡ് മദർ സമർപ്പിതരാണ്. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തും എന്ന് ഏറ്റെടുത്തിരിക്കുന്നവരാണ്. ഏറ്റെടുത്തവർ, നേഴ്സുമാർ, ഡോക്ടേഴ്സ് എല്ലാവരും സമർപ്പിതരാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നത്, ദൈവമേ ഞങ്ങളെ സമർപ്പിതരാക്കണമേ, അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെ വില, മൂല്യം മനസ്സിലാക്കുന്നവരാകണമേ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ പ്രാർത്ഥന സമർപ്പണത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ഹിതം പൂർണ്ണതയിൽ നിർവഹിപ്പാൻ ഞങ്ങളെ സമർപ്പിതരാക്കണമേ. ദൈവമേ, നിന്റെ ഹിതം പൂർണ്ണതയിൽ നിർവഹിപ്പാൻ ഞങ്ങളെ സമർപ്പിതരാക്കണമേ. ആ 3 വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഒന്നാമത്തെ വാക്ക് സൗമ്യത, രണ്ടാമത്തെ വാക്ക് സന്നദ്ധത, മൂന്നാമത്തെ വാക്ക് സമർപ്പണം, നാലാമത്തേത്. ഇവിടെ ഈ ദാസൻ പറയുകയാണ്, ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, കൽപ്പിച്ചതേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഈ ദാസൻ യജമാനനെ ശുശ്രൂഷിക്കുമ്പോൾ യജമാനനോട് വിരോധമല്ല, യജമാനനോട് ദേഷ്യമല്ല, പകയല്ല, നിരാശയല്ല, യജമാനൻ്റെ മുമ്പാകെ ധാർഷ്ട്യമല്ല ഈ ദാസൻ ഉണ്ടാകേണ്ടുന്നത്. ആത്യന്തിക ഭാവം അത് സ്തുതിപ്പിൻ്റെ ഭാവമാകണം. സ്തുതിപ്പ്, ഒരു താങ്ക്സ് ഗിവിങ് ആകണം. എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ, എനിക്കിങ്ങനെ ഒരു നിയോഗം ഏറ്റെടുക്കാൻ കഴിഞ്ഞല്ലോ, ഈ സമയം ഫലപ്രദമായി ചെലവഴിക്കുവാൻ എനിക്കിടയായല്ലോ, ദൈവമേ നിനക്ക് സ്തുതി. നമ്മൾ ആരാധകരെന്ന നിലയിൽ ദൈവസന്നിധിയിൽ നിലകൊള്ളുമ്പോൾ സ്തുതിപ്പാണ് നമുക്ക് മുമ്പാകെ ഉയരേണ്ടത്. നമ്മൾ നോക്കിക്കേ, നമ്മൾ ഒരു ദിവസത്തിൻ്റെ ആരംഭം 24 മണിക്കൂർ ചിന്തിച്ച് രാത്രി 12 മിഡ്നൈറ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ ഒരു ദിവസത്തിൻ്റെ പ്രാരംഭം എങ്ങനെയാണ്? രാത്രി നമസ്കാരം അല്ലേ? നമ്മുടെ ആരാധനാപരമായിട്ട് സന്ധ്യയുമാണ് എങ്കിലും ഒരു ഡേ ഒന്ന് ചിന്തിച്ചേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി നമസ്കാരം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്തുതിപ്പ്, കർത്താവിനെ സ്തോത്രം ചെയ്യുന്നതും ഉന്നതമായ തൻ്റെ തിരുനാമത്തിന് സ്തുതി പാടുന്നതും സ്തുതിപ്പ്. അവസാനിപ്പിക്കുമ്പോഴോ സൂതാറ, അതും ഒരു സ്തുതിപ്പ്. അപ്പോൾ ഒരു സ്തുതിപ്പിൽ ആരംഭിച്ച് സ്തുതിപ്പിൽ അവസാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തെ മുഴുവൻ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ, സ്തുതിപ്പിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ ക്രമീകരിക്കുക, നമസ്കരിക്കുകയാണ്. ഇവിടെ ഈ ദാസൻ ഉണ്ടാകേണ്ടുന്ന ഭാവം സ്തുതിപ്പിൻ്റെ ഭാവമാണ്. പ്രൈസ്, താങ്ക്സ് ഗിവിങ്. ദൈവമേ നിനക്ക് നന്ദി. ശമൂവേൽ പ്രവാചകന്റെ അമ്മ ഹന്ന ഏറെ നാളായിട്ട് പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞിനെ തരണമേ. ശമൂവേലിനെ കൊടുത്തു കഴിഞ്ഞപ്പം ഹന്ന സോഷ്യൽ മീഡിയയിൽ ഇറ്റ്സ് എ ബോയ്
ഇറ്റ്സ് എ ഗേൾ എന്നൊന്നും പറഞ്ഞ് ഇടാൻ പോയില്ല. ഹന്ന ചെയ്യുന്നത് എന്താ? ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് ദൈവത്തിന് സ്തുതിപ്പ് രേഖപ്പെടുത്തിയ. എത്ര മനോഹരമായിട്ടാണ് ഹന്ന ദൈവത്തെ സ്തുതിക്കുന്നത്. ഇതാ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു, ദൈവമേ നിനക്ക് സ്തുതി. ദേവാലയത്തിൽ പലപ്പോഴും ആരാധനയിൽ ശുശ്രൂഷകളിലൊക്കെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നതിന് പേര് തരും, പല പല ആവശ്യങ്ങളായിരിക്കും. പക്ഷെ ഈ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ശേഷം നമ്മൾ സ്തുതി അർപ്പിക്കുമോ? ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ശേഷം സ്തുതി അർപ്പിക്കുന്നവരുടെ എണ്ണം കുറവാണ്. കർത്താവ് അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളിൽ ഇത് കാണാം. ലൂക്കോസ് 17-ാമത്തെ അധ്യായം 15. കാരണം നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ചിന്താവിഷയത്തിന് തുടർന്നുള്ള സംഭവമാണ്. 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് നന്ദി രേഖപ്പെടുത്തുന്നതാരാ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയുന്നതാരാ? അതൊരു ശമരിയാക്കാരനാണ്. മറ്റാരും വന്നില്ല. ഒരു ന്യൂനപക്ഷം മാത്രമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരിയായിട്ട് സ്തുതിപ്പർപ്പിക്കുന്നത്, താങ്ക്സ് ഗിവിങ് നൽകുന്നത്. ബാക്കി എല്ലാവരും ആവശ്യക്കാരാ. ദൈവമേ അത് തരണമേ, ഇത് തരണമേ, അത് ചെയ്തു തരണമേ, ഇത് ചെയ്തു തരണമേ. ഇങ്ങനെ ആവശ്യക്കാരുടെ എണ്ണം കൂടുന്നു, സ്തുതിപ്പുകാരുടെ എണ്ണം കുറയുന്നു. ദാവീദ് രാജാവ് ഈ സ്തുതിപ്പിൻ്റെ മനോഹരമായ സങ്കീർത്തനം 103-ാം സങ്കീർത്തനം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദ് തനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും സ്തുതി അർപ്പിക്കുകയാണ്. 103-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ, അതായത് ഞാൻ എൻ്റെ ഇന്നർ ബീയിങ് പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ട് പറയുകയാണ്, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇവിടെ കൂടിയിരിക്കുന്നവർ അവരിൽ ഭൂരിപക്ഷം, നമ്മൾ ഭൂരിപക്ഷവും മില്ലേനിയൽസോ അല്ലെങ്കിൽ അതിനേക്കാൾ പൂർവികരോ ആണ്. അതായത് ഇന്നത്തെ തലമുറകളെ നമ്മളിങ്ങനെ ഓരോ തലമുറകളെയും അടയാളപ്പെടുത്തുമല്ലോ. സൈലന്റ് ജനറേഷൻ, ബേബി ബൂമേഴ്സ്, അതുപോലെ തന്നെ മില്ലേനിയൽസ്, ജെൻ സി, ജെൻ ആൽഫ, ജെൻ ബീറ്റ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടയാളപ്പെടുത്തും. അപ്പോൾ 1990-കൾ അതിന് മുൻപ് ജനിച്ചവരാ നമ്മൾ ഭൂരിപക്ഷമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിലും ഭൂരിപക്ഷം അവരൊക്കെ തന്നെയായിരിക്കും. നമ്മളൊന്ന് ചിന്തിച്ചേ, നമുക്കെത്ര മനോഹരമായി ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ കാണാൻ ദൈവം അവസരം തന്നു അല്ലേ? ഫോൺ ഇല്ലാത്ത കാലത്ത് നമ്മൾ ജീവിച്ചിട്ടില്ലേ? ഒരു മൊബൈൽ ഫോൺ കയ്യിലില്ലാത്ത കാലത്ത് ജീവിച്ചിട്ടില്ലേ? അല്ലേ? അംബാസിഡർ കാറിൽ നമ്മൾ പോയിട്ടില്ലേ? ഇന്നത്തെ ആളുകൾക്ക് അംബാസിഡർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു അംബാസിഡറെ അയച്ചു എന്നേ അറിയത്തുള്ളൂ. അംബാസിഡർ കാറിൽ 8-10 പേര് തിങ്ങി നിറഞ്ഞ് നമ്മൾ പോയിട്ടില്ലേ? ജീപ്പിൽ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്തിട്ടില്ലേ? മണിക്കൂറുകൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിന്ന് കാത്തു നിന്ന് പോയിട്ടില്ലേ? പാടവരമ്പത്തുകൂടെ നടന്നിട്ടില്ലേ? രുചികരമായിട്ട് പല ഭക്ഷ്യപദാർത്ഥങ്ങൾ ചുട്ട് കഴിച്ചിട്ടില്ലേ? അൽഫാമും കുഴിമന്തിയും ഇന്നത്തെ തലമുറ ചുട്ട് കഴിക്കുമെങ്കിൽ നമ്മൾ അതല്ലാതെ പലതും ചുട്ട് കഴിച്ചിട്ടില്ലേ? ഒരു മുളക് ഉടച്ച് കഞ്ഞി കുടിച്ചിട്ടില്ലേ? നല്ല ചമ്മന്തിയും മുളകും മാത്രമായിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഉള്ളവരൊക്കെ രുചി ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. നല്ലതുപോലെ പലതും മണത്തിട്ടില്ലേ? അല്ലേ? പല രുചികരമായ കാര്യങ്ങളും കടയിൽ പോയി അങ്കിൾ ഇതേത് ഫ്രൂട്ടാണ് എന്ന് ചോദിക്കാതെ പലതും കല്ലെറിഞ്ഞ് നമ്മൾ താഴെ ഇട്ടിട്ടില്ലേ? ഇല്ലേ? അങ്ങനെ ഭക്ഷിച്ചിട്ടില്ലേ? വ്യത്യസ്തമായ അനുഭവങ്ങൾ ആസ്വദിപ്പാൻ നമുക്ക് ഇടയായിട്ടില്ലേ? അല്ലേ? രാവിലെ പത്രം എഴുന്നേറ്റിരുന്ന് വായിച്ചിട്ടില്ലേ? നോവലുകൾ പലതും നമ്മൾ വായിച്ചിട്ടില്ലേ? കവിത ചൊല്ലിയിട്ടില്ലേ? തറയിൽ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലേ? കത്തുകൾ ഭംഗിയായിട്ട് എഴുതി, അവിടെ സുഖം ഇവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് കത്തുകൾ എഴുതിയിട്ടില്ലേ? ഇല്ലേ? ലീവ് ലെറ്റേഴ്സ്, എൻ്റെ കുട്ടി ഇന്നലെ ക്ലാസ്സിൽ വരാതിരുന്നത് പനി കാരണമാണ്, ദയവായി ടീച്ചർ അവധി അനുവദിക്കണം. ഇപ്പം ടീച്ചറിനോട് വാട്സാപ്പ്, ടീച്ചറെ കൊച്ചു വരത്തില്ല കേട്ടോ എന്ന് പറഞ്ഞ് പോവുകയല്ലേ? അല്ലേ? എത്ര മനോഹരമായി പല സത്യങ്ങളും കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലേ? മതിലുകളില്ലാത്ത ലോകത്ത് നമ്മൾ ജീവിച്ചിട്ടില്ലേ? കിണറ്റിൽ നിന്ന് വെള്ളം കോരി നമ്മൾ കുടിച്ചിട്ടില്ലേ? അല്ലേ? സ്വിച്ച് ഇടുമ്പോൾ മുകളിൽ പോകാതിരുന്നിട്ടില്ലേ? വെള്ളം അങ്ങനെ പോകാത്ത കാലത്ത്. അതുപോലെ തന്നെ
അടുപ്പിൽ ഊതി 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 അതല്ലാതെ വെടി വെക്കുമ്പോൾ തീ കത്തുന്നതല്ലാതെ നമ്മൾ എത്ര കാലം ജീവിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ വെടി വെക്കുമ്പോഴല്ലേ തീ കത്തി അല്ലേ? അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചത്. അപ്പോൾ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെ കാണുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നിട്ടില്ലേ? ഈ പരുമലപ്പള്ളി പഴയ പരുമലപ്പള്ളിയായിരുന്നപ്പം അവിടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലേ? അതല്ലാതെ ഇത്രയും വലിയ പരുമലപ്പള്ളി അല്ലാതെ പഴയ പരുമലപ്പള്ളിയിൽ ഇരിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ലേ? ഇല്ലേ? ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്തപ്പം ഇവിടെ ഇരിക്കാൻ ഭാഗ്യം ദൈവം തന്നിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവമേ, വ്യത്യസ്തമായ അനുഭവങ്ങൾ ആസ്വദിപ്പാൻ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയായതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുവാൻ, നിന്റെ സന്നിധിയിൽ വരുവാൻ ഒക്കെ ഞങ്ങളെ നീ ഇടയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തുതി അർപ്പിക്കുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5-18 വാക്യം, 1 തെസ്സലോനിക്ക ലേഖനം 5-18 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എപ്പോഴും സ്തുതി അർപ്പിപ്പീൻ, അതല്ലോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഹിതം. എപ്പോഴും ദൈവസന്നിധിയിൽ ദൈവമേ നിനക്ക് സ്തുതി, ഒന്ന് ജീവിക്കാൻ വരാൻ ഇടയായതിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുവാൻ ഇടയാകണം. യെരൂശലേം ദേവാലയത്തിൻ്റെ പ്രാരംഭമെല്ലാം ദാവീദ് രാജാവ് സംഭവിപ്പിച്ചു. നല്ല ഭംഗിയായിട്ട് യെരൂശലേം ദേവാലയം പണിയുന്നതിനുള്ള പ്രാഥമിക ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ജനമെല്ലാം നേർച്ച കാഴ്ചകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ദാവീദ് രാജാവ് പറയുന്നതുണ്ട്, 1 ദിനവൃത്താന്തം 29 അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 29 13 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, എൻ്റെ കൂടെ അത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊള്ളണം. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടുന്നതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആര്? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. ദൈവമേ, ഇതൊന്നും ഞങ്ങളുടേതല്ല, സകലതും നീ തന്നു, നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അപ്പോൾ സ്തുതിപ്പിൻ്റെ അന്തരീക്ഷവും ഉണ്ടാകണം. ഈ ദാസൻ പറയണം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസൻ, കൽപ്പിച്ചതേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെയ്യേണ്ടുന്നതേ ചെയ്തിട്ടുള്ളൂ. ദൈവമേ, ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തുതി കരേറ്റുന്നു. 4-ാമത്തെ വാക്ക് സ്തുതിപ്പ്. നമുക്ക് ദൈവസന്നിധിയിൽ 4-ാമത്തെ പ്രാർത്ഥന ചൊല്ലാം. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ നിനക്ക് സ്തുതി. ആ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്നും വരട്ടെ. ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തുതി. നമുക്ക് 4 വാക്കുകൾ, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള വളരെ മനോഹരമായ, വളരെ ചെറുതായ വേദവാക്യത്തിൽ നിന്നും കിട്ടുന്ന 4 വാക്കുകൾ. അത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. എല്ലാവരും അവരവർക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾ അത് ലോകമുമ്പാകെ പറഞ്ഞ് പ്രശസ്തരാകുവാൻ ശ്രമിക്കുമ്പോൾ ആ 4 വാക്കുകൾ: 1 സൗമ്യത, 2 സന്നദ്ധത, 3-ാമത്തത് സമർപ്പണം, 4-ാമത്തത് സ്തുതിപ്പ്. 4 പ്രാർത്ഥനകൾ. ദൈവമേ ഞങ്ങൾക്ക് സൗമ്യത നൽകണമേ, ദൈവമേ ഞങ്ങൾക്ക് സന്നദ്ധത നൽകണമേ, ദൈവമേ ഞങ്ങളെ സമർപ്പിതരാക്കണമേ, ദൈവമേ എന്നും നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാത്തിനും നിനക്ക് സ്തുതി കരേറ്റുവാനിടയാക്കണമേ. ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തുതി. ഈ സ്തുതിപ്പോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഫലപ്രദമായി നിർവഹിച്ചു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.